Good morning, dear students. How are you all? I hope you are fine. നമുക്ക് ഇന്ന് ഹിന്ദി പഠിച്ചാലോ? കഴിഞ്ഞ ഹിന്ദി ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഒരു പുതിയ ചാപ്റ്റർ പഠിച്ചായിരുന്നല്ലേ? എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേര്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ ചാപ്റ്ററിന്റെ പേര്? എന്തായിരുന്നു? രാജസ്ഥാൻ മേ ചക്രവർത്തി കെ പരിവാർ. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? രാജസ്ഥാൻ മേ ചക്രവർത്തി കെ പരിവാർ. എന്താണത്? ഒരു കോൺവെർസേഷൻ ആയിരുന്നല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ കോൺവെർസേഷൻ? ഇന്ന് നമുക്ക് ആ ചാപ്റ്ററിലെ എക്സസൈസ് പഠിക്കാം. അഭ്യാസം നോക്കിക്കേ. ഫസ്റ്റ് എന്താണ്? ശബ്ദാർത്ഥം. എന്താണ്? വാക്കുകളുടെ മീനിങ്സ് ആണ് നമ്മള് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ആശങ്ക. ആശങ്ക എന്ന് വെച്ചാൽ എന്താ? ഡൗട്ട്. ആശങ്ക എന്ന് വെച്ചാൽ എന്താ? ഡൗട്ട്. സൈർ സപാട എന്ന് വെച്ചാൽ ടു ട്രാവൽ. എന്താണ് സൈർ സപാട എന്ന് വെച്ചാൽ? ടു ട്രാവൽ, യാത്ര ചെയ്യുക. ആശങ്ക എന്ന് വെച്ചാൽ എന്താ? ആശങ്ക എന്ന് വെച്ചാൽ ഡൗട്ട്, എന്തോ സംശയത്തിനാണ് എന്ത് പറയാ? ആശങ്ക എന്ന് പറയുന്നത്. സൈർ സപാട എന്ന് വെച്ചാൽ എന്താ? ടു ട്രാവൽ, എന്താണ്? യാത്ര ചെയ്യുക. അടുത്ത് നോക്കിക്കേ വേർഡ് ബിഹഡ്. ബിഹഡ് എന്ന് വെച്ചാൽ എന്താണ്? അൺഈവൻ. എന്താണ്? അൺഈവൻ. ബിഹഡ് എന്ന് വെച്ചാൽ എന്താ? അൺഈവൻ. ആശങ്ക എന്ന് വെച്ചാൽ എന്താ? ഡൗട്ട്, സംശയം അല്ലെ? സൈർ സപാട എന്ന് വെച്ചാൽ എന്താ? ടു ട്രാവൽ. സൈർ സപാട എന്ന് വെച്ചാൽ എന്താ? ടു ട്രാവൽ, യാത്ര ചെയ്യുക. ബിഹഡ് എന്ന് വെച്ചാൽ എന്താ? അൺഈവൻ. എന്താണ്? അൺഈവൻ. ഐതിഹാസിക. ഐതിഹാസിക എന്ന് വെച്ചാൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ ഫേമസ്. എന്താണ് ഐതിഹാസിക എന്ന് വെച്ചാ? ചരിത്രപരമായിട്ട് പ്രശസ്തമായിട്ടുള്ളതിന് എന്ത് പറയുക? ഐതിഹാസിക എന്ന് പറയുന്നത്. ഐതിഹാസിക എന്ന് വെച്ചാൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ ഫേമസ്. ഐതിഹാസിക എന്ന് വെച്ചാൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ ഫേമസ്. ഐതിഹാസിക എന്ന് വെച്ചാൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ ഫേമസ്, അതായത് ചരിത്രപരമായിട്ട് പ്രശസ്തമായിട്ടുള്ളത്. കീല. കീല എന്ന് വെച്ചാൽ എന്താ? ഫോർട്ട്. കീല എന്ന് വെച്ചാൽ എന്താണ്? ഫോർട്ട്. സമുദ്രത്തൽ എന്ന് വെച്ചാൽ എന്താ? സീ കോസ്റ്റ്. സമുദ്രത്തൽ എന്ന് വെച്ചാൽ എന്താ? സീ കോസ്റ്റ്. സമുദ്രത്തൽ എന്ന് വെച്ചാൽ എന്താ? സീ കോസ്റ്റ്. ചടാൻ എന്ന് വെച്ചാൽ എന്താ? റോക്കി ഗ്രൗണ്ട്. എന്താണ്? റോക്കി ഗ്രൗണ്ട്. ചിത്രകാരി എന്ന് വെച്ചാൽ എന്താ? ആർട്ട്. ചിത്രകാരി എന്ന് വെച്ചാൽ എന്താ? ആർട്ട്. നമൂന എന്ന് വെച്ചാൽ എന്താ? എക്സാമ്പിൾ. നമൂന എന്ന് വെച്ചാൽ എന്താ? എക്സാമ്പിൾ എന്ന് വെച്ചാൽ എന്താ? ഉദാഹരണം. ശതാബ്ദി. ശതാബ്ദി എന്ന് വെച്ചാൽ എന്താ? എ സെഞ്ചുറി. ശതാബ്ദി എന്ന് വെച്ചാൽ എന്താണ്? എ സെഞ്ചുറി എന്ന് വെച്ചാൽ എന്താ? നൂറ്റാണ്ട്. ശതാബ്ദി എന്ന് വെച്ചാൽ എന്താ? സെഞ്ചുറി, നൂറ്റാണ്ട്. അപ്പം ശബ്ദാർത്ഥം നമുക്ക് ഒന്നും കൂടി പറയാം. നോക്കിക്കേ. ആശങ്ക. ആശങ്ക എന്ന് വെച്ചാൽ എന്താ? ഡൗട്ട്. എന്താണ്? ഡൗട്ട്. സൈർ സപാട എന്ന് വെച്ചാൽ എന്താ? ടു ട്രാവൽ. ബിഹഡ് എന്ന് വെച്ചാൽ എന്താ? അൺഈവൻ. ഐതിഹാസിക എന്ന് വെച്ചാൽ എന്താ? ഹിസ്റ്റോറിക്കൽ ഫേമസ്, ചരിത്രപരമായിട്ട് പ്രശസ്തമായിട്ടുള്ളത്. കീല. കീല എന്ന് വെച്ചാൽ എന്താ? ഫോർട്ട്. കീല എന്ന് വെച്ചാൽ എന്താ? ഫോർട്ട്. കീല. കീല എന്ന് വെച്ചാൽ എന്താ? ഫോർട്ട്, തുറമുഖം. കീല എന്ന് വെച്ചാൽ എന്താ? ഫോർട്ട്, തുറമുഖം. സമുദ്രതൽ എന്ന് വെച്ചാൽ എന്താ? സീ കോസ്റ്റ്. എന്താണ്? സീ കോസ്റ്റ്. എന്താണ്? സീ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? കടലുമായി ബന്ധപ്പെട്ടുള്ള തീരം അല്ലേ? ചടാൻ എന്ന് വെച്ചാൽ എന്താ? റോക്കി ഗ്രൗണ്ട്. എന്താണ്? റോക്കി ഗ്രൗണ്ട്. ചിത്രകാരി എന്ന് വെച്ചാൽ എന്താ? ആർട്ട്. നമൂന എന്ന് വെച്ചാൽ എന്താ? എക്സാമ്പിൾ, ഉദാഹരണം. ശതാബ്ദി എന്ന് വെച്ചാൽ എന്താണ്? എ സെഞ്ചുറി. എന്താ വെച്ചാൽ എന്താ? നൂറ്റാണ്ട്. എന്താണ്? നൂറ്റാണ്ട്. ആശങ്ക എന്ന് വെച്ചാൽ എന്താ? ഡൗട്ട്, സംശയം. സൈർ സപാട എന്ന് വെച്ചാൽ എന്താ? ടു ട്രാവൽ, യാത്ര ചെയ്യുക. ബിഹഡ് എന്ന് വെച്ചാൽ എന്താ? അൺഈവൻ. ഐതിഹാസിക എന്ന് വെച്ചാൽ എന്താ? ഹിസ്റ്റോറിക്കൽ ഫേമസ്. എന്താണ്? ഹിസ്റ്റോറിക്കൽ ഫേമസ്. കീല എന്ന് വെച്ചാൽ എന്താ? ഫോർട്ട്, കോട്ട. സമുദ്രത്തൽ എന്ന് വെച്ചാൽ എന്താ? സീ കോസ്റ്റ്. ചടാൻ എന്ന് വെച്ചാൽ എന്താ? റോക്കി ഗ്രൗണ്ട്. ചിത്രകാരി എന്ന് വെച്ചാൽ എന്താ? എക്സാമ്പിൾ. ശതാബ്ദി എന്ന് വെച്ചാൽ എന്താ? എ സെഞ്ചുറി. ഇനി നമുക്ക് ഉൾട്ടെ അർത്ഥവാലെ പഠിക്കാം. ഇനി എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? വിപരീത പദങ്ങൾ. പീച്ചല എന്താണ്? അകല. പീച്ചല എന്ന് വെച്ചാൽ മുമ്പത്തത്. അകല എന്ന് വെച്ചാൽ എന്താ? അടുത്തത്. എന്താണ്? മുമ്പേ ഉള്ളതാണിത് പീച്ചല എന്ന് പറയുന്നത്. അടുത്തുള്ളതിന് എന്താ പറയാ? അകല. പഹലെ. പഹലെ എന്ന് വെച്ചാൽ എന്താ? ആദ്യം. പഹലെ
അതിന്റെ വിപരീത പദം എന്താണ്? ബാദുമേൻ. എന്താണ്? ബാദുമേൻ എന്ന് വെച്ചാൽ എന്താ? പിന്നീട്. പഹലെ എന്ന് വെച്ചാൽ ആദ്യം, ബാദുമേൻ എന്ന് വെച്ചാൽ എന്താ? പിന്നീട്. പഹലെ എന്ന് വെച്ചാൽ ആദ്യം, ബാദുമേൻ എന്ന് വെച്ചാൽ എന്താ? പിന്നീട്. ദക്ഷിണ, ദക്ഷിണ വെച്ചാൽ തെക്ക്. ഉത്തർ എന്ന് വെച്ചാൽ എന്താ? ഉത്തർ. പൂരം, പൂരം എന്ന് വെച്ചാൽ എന്താ? കിഴക്ക്. പൂരം എന്ന് വെച്ചാൽ എന്താ? കിഴക്ക്. പശ്ചിമം എന്ന് വെച്ചാൽ എന്താ? പടിഞ്ഞാറ്. എന്താണ് പശ്ചിമം എന്ന് വെച്ചാ? പടിഞ്ഞാറ്. ഉഞ്ച, ഉഞ്ച എന്ന് വെച്ചാൽ എന്താ? ഉയർന്നത്. ഉഞ്ച എന്ന് വെച്ചാൽ എന്താ? ഉയർന്നത്. നീച്ച എന്ന് വെച്ചാൽ എന്താ? താഴ്ന്നത്. എന്താണ്? താഴ്ന്നത്. അപ്പൊ പീച്ചില എന്ന് വെച്ചാൽ എന്താ? വിപരീത പദം അകല. പീച്ചിലയുടെ വിപരീത പദമാണ് എന്ത്? അകല. പഹലയുടെ വിപരീത പദം എന്താണ്? ബാദുമേൻ. എന്താണ്? ബാദുമേൻ. ദക്ഷിണയുടെ വിപരീത പദം എന്താണ്? ഉത്തർ. പൂരത്തിന്റെ വിപരീത പദം എന്താണ്? പശ്ചിമം. എന്താണ്? പശ്ചിമം. പൂരത്തിന്റെ വിപരീത പദം എന്താണ്? പശ്ചിമം. ഉംജയുടെ വിപരീത പദം എന്താണ്? നീച്ച. ഉംജയുടെ വിപരീത പദം എന്താണ്? നീച്ച. ഉംജ, നീച്ച. ഉംജയുടെ വിപരീത പദം എന്താണ്? നീച്ച. ഉംജ, നീച്ച. ഇനി നമുക്ക് പ്രകൃതി സ്ഥാനവും പൂർത്തി കീജിയെ പഠിക്കാം. എന്താണ്? വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങള് ഫില്ല് ചെയ്യാൻ പഠിക്കാം. फर्स्ट क्वेश्चन നോക്കിക്കേ. राजस्थान केवल डैश का इलाका ही नहीं है. राजस्थान केवल डैश का इलाका ही नहीं है. എന്താ? राजस्थान केवल रेगिस्तान का इलाका ही नहीं है. എന്താണ് ആൻസർ? रेगिस्तान. എന്താണ്? रेगिस्तान. 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 राजस्थान केवल रेगिस्तान का इलाका ही नहीं है. എന്താ? രാജസ്ഥാൻ കേവലം ഒരു മരുഭൂമി മാത്രം അല്ല. രാജസ്ഥാൻ കേവലം ഒരു മരുഭൂമി മാത്രം അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. बिगड़ो में काफी टापुओं का डैश था. എന്താണ്? बिगड़ो में काफी टापुओं का डैश था. എന്താണ്? ഖട. എന്താണ് ആൻസർ? ഖട. എന്താണ്? ഖട. എന്താണ് ആൻസർ? ഖട. बिगड़ो में काफी टापुओं का ഖടാ था. എന്താണ്? മലയിടുകൾക്കിടയിൽ എന്തുണ്ട്? കൊള്ളക്കാരുടെ ശക്തി കേന്ദ്രം ഉണ്ട്. എന്താണ്? മലയിടുകൾക്കിടയിൽ എന്താണ്? കൊള്ളക്കാരുടെ ശക്തി കേന്ദ്രം ഉണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. कड़हर में डैश और डैश भी है. कड़हर में डैश और डैश भी है. എന്താണ്? कड़हर में मंदिर और महल में भी है. എന്താണ്? कड़हर में मंदिर और महल भी है. എന്താണ്? मंदिर. എന്താണ്? मंदिर और मंदिर और महल. എന്താണ്? കടഹർ में मंदिर और महल भी है. എന്ന് വെച്ചാൽ എന്താണ്? അവിടെ എന്താണ്? കൊട്ടാരവും ഉണ്ട്, അതുപോലെ ക്ഷേത്രങ്ങളും ഉണ്ട്. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 की ऊंचाई समुद्र तल से डैश फुट है. 2 की ऊंचाई समुद्र तल से डैश फुट है. എന്താണ് ആൻസർ? നോക്കിക്കേ. 1578. എന്താണ്? 2 की ऊंचाई समुद्र तल से डैश फुट है. എന്നുവെച്ചാൽ എന്താണ് ആൻസർ? 1578 എന്താണ്? 1578 എന്താ? 1578 ദൂരം, കിലോമീറ്റർ ദൂരമാണ്. സമുദ്ര അടി ഉയരമാണ് എന്തിനുള്ളത്? 2 ഉള്ളത്. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് 1578 അടിയാണ് 2 ഉയരം. 2 की ऊंचाई समुद्र तल से 1578 അടിയാണ് സമുദ്രനിരപ്പിൽ നിന്ന് 2 ഉയരം.
चांबल के तट पर डैश है, चांबल के तट पर डैश है, ഇതാണ് ആധാർശില है, ഇതാണ് ആധാർശില, ഇതാണ് ചാമ്പലിന്റെ തീരത്ത് ആധാർശില ദൃശ്യമാണ്. ഇതാണ് ആൻസർ, ആധാർശില. ഇതാണ് ആധാർശില, ഇതാണ് ആധാർശില. चांबल के तट पर आधारशिला है, चांबल के तट पर आधारशिला है, ചാമ്പലിന്റെ തീരത്ത് ആധാർശില നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് നിമ്നലിഖിത ശബ്ദം കോ വാക്യോं में प्रयोग कीजिए പഠിക്കാം. എന്നുവെച്ചാ തന്നിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് എന്താണ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. इंतजार करना ഇങ്ങനെ എഴുതാം നമുക്ക്. ഫസ്റ്റ് വേർഡ് നോക്കിക്കേ, इंतजार करना എന്താണ്? डॉक्टर चक्रवर्ती के परिवार रमेश परिवार के लिए इंतजार कर रहे थे. എന്താണ്? डॉक्टर चक्रवर्ती में परिवार रमेश परिवार के लिए इंतजार कर रहे हैं. എന്താണ്? डॉक्टर चक्रवर्ती के परिवार रमेश परिवार के लिए इंतजार कर रहे थे. എന്നുവെച്ചാ ഡോക്ടർ ചക്രവർത്തിയുടെ കുടുംബം രമേശിന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യായിരുന്നു? കാത്തിരിക്കുകയായിരുന്നു. അടുത്ത വേർഡ് നോക്കിക്കേ, रेगिस्तान. നോക്കിക്കേ, रेगिस्तान എന്ന് പറഞ്ഞ വേർഡിനെ എങ്ങനെ ഒരു സെന്റൻസ് ആക്കാം? राजस्थान केवल रेगिस्तान का इलाका ही नहीं है, राजस्थान केवल रेगिस्तान का इलाका ही नहीं है. രാജസ്ഥാൻ എന്ന് പറയുന്നത് കേവലം ഒരു മരുഭൂമി മാത്രം അല്ല. അടുത്ത വേർഡ് നോക്കിക്കേ, देखने लायक. देखने लायक എങ്ങനെ ഒരു സെന്റൻസ് ആക്കാം? कटहर में देखने लायक स्थान है. എന്താണ്? कटहर में देखने लायक स्थान है. എന്താണ്? അവശിഷ്ടങ്ങളൊക്കെ എന്താണ് കാണേണ്ട ഒരു സ്ഥലമുണ്ട്. അടുത്ത വേർഡ് നോക്കിക്കേ, ഊംചായ. ഊംചായ ഊംചായ എന്ന് പറഞ്ഞ വേർഡിനെ എങ്ങനെ ഒരു സെന്റൻസ് ആക്കാം? टेंडुफोर का किला समुद्र तल से 1,108 फुट ऊंचाई पर है. എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് 1578 അടി ഉയരമാണ് ടെൻഡുഫോറിന് ഉള്ളത്. അടുത്തൊരു വേർഡ് നോക്കിക്കേ, പ്രസിദ്ധ. പ്രസിദ്ധ എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ എങ്ങനെ ഒരു സെന്റൻസ് ആക്കാം? बडोली का शिव मंदिर स्थापत्य कला के लिए प्रसिद्ध है. बडोली का शिव मंदिर स्थापत्य कला के लिए प्रसिद्ध है. ബഡോലിയിലെ ശിവക്ഷേത്രം എന്ന് പറയുന്നത് അതിന്റെ വാസ്തുവിദ്യ ശൈലിക്ക് പേര് കേട്ടതാണ്. ബഡോലിയിലെ ശിവക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വാസ്തുവിദ്യയുടെ പേരില് പ്രസിദ്ധമാണ്. അടുത്ത നോക്കിക്കേ, നിമ്നലിഖിത പ്രശ്നോं के उत्तर दीजिए. എന്താണ്? ഇവിടെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, कौन कौन सैर सपाटे में गए? कौन कौन सैर सपाटे में गए? ആരൊക്കെയാണ് യാത്ര പോയത്? ഡോക്ടർ ചക്രവർത്തി, നിർമ്മല और रमेश सैर सपाटे में गए. डॉक्टर चक्रवर्ती, निर्मला और रमेश सैर सपाटे में गए. ആരൊക്കെയാണ് പോയത്? ഡോക്ടർ ചക്രവർത്തി പോയി, നിർമ്മല പോയി, പിന്നെ ആര് പോയി? രമേശും പോയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, രാജസ്ഥാൻ में सुंदर शहर क्या क्या है? രാജസ്ഥാൻ में सुंदर शहर क्या क्या है? രാജസ്ഥാനിലെ മനോഹരമായിട്ടുള്ള നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാണ്? ജോധ്പൂർ, ജയ്പൂർ, അജ്മീർ, ഉദയ്പൂർ और കോട്ട. ഏതൊക്കെയാണ്? ജോധ്പൂർ, അതുപോലെ ജയ്പൂർ, അജ്മീർ, പിന്നെന്താണ്? ഉദയ്പൂർ, കോട്ട തുടങ്ങിയവയാണ് രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട മനോഹരമായിട്ടുള്ള നഗരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹരാവതി കൈസ ഷാഹത്ത. ഹരാവതി കൈസ ഷാഹത്ത. നോക്കിക്കേ, ഹരാവതി എങ്ങനെയുണ്ടായിരുന്നു? भारत की एकमात्र नदी है जो दक्षिण से उत्तर की ओर बहती है. हरावती
बहुत पुराना शहर था अब यहाँ ऐतिहासिक कड़हर है. എന്താണ് ശരാവതി എങ്ങനെയാണ്? भारत की एकमात्र नदी है जो दक्षिण से उत्तर की ओर बहती है. हरावती बहुत पुराना शहर था अब यहाँ ऐतिहासिक कड़हर है. എന്താണ്? തെക്ക് നിന്ന് വടക്കോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് ഹരാവതി എന്ന് പറയുന്നത്. ഹരാവതി പുരാതനമായിട്ടുള്ള ഒരു നഗരമാണ്. ഇവിടെ ചരിത്രത്തിലേക്ക് അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. फोर्थ क्वेश्चन നോക്കിക്കേ. 2-4 के बारे में आप क्या जानते? 2-4 के बारे में आप क्या जानते? എന്താണ്? 2-4 का किला हमीर देव ने बनवाया था. इसका फैलाव 17 किलोमीटर है. इसकी ऊंचाई समुद्र तल से 1508 फुट है. 2-4 का किला हमीर देव ने बनवाया था. इसका फैलाव 17 किलोमीटर है. इसकी ऊंचाई समुद्र तल से 1508 फुट है. എന്താണ്? ഈ 2-4 കോട്ട നിർമ്മിച്ചത് ആരായിരുന്നു? ഹമീർ ദേവ് ആയിരുന്നു. ആരായിരുന്നു 2-4 കോട്ട നിർമ്മിച്ചത്? ഹമീർ ദേവ് ആയിരുന്നു. അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഏകദേശം 17 കിലോമീറ്റർ വരെ വ്യാപിച്ചിരുന്നു. അപ്പൊ എന്താണ്? 2-4 എന്ന് പറഞ്ഞ കോട്ട നിർമ്മിച്ചത് ഹമീർ ദേവാണ്. അതിന്റെ വ്യാപ്തി ഏകദേശം 17 കിലോമീറ്റർ വരെ വ്യാപിച്ചിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1578 അടി ഉയരമാണ് എന്തിനുള്ളത്? 2-4 ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. आधारशिला के बारे में लिखिए. എന്താണ്? कोटा के पास चंबल के तट पर आधारशिला है जो दर्शनीय है. यह एक पहाड़ी चढ़ान है जो आसमान से लड़कनी से दिखाया देती है. എന്താണ്? ആധാർശില എങ്ങനെയാണ് കാണുന്നത്? कोटा के पास चंबल के तट पर आधारशिला के जो दर्शनी है. यह एक पहाड़ी चढ़ान है जो आसमान से लड़कनी सी दिखाई देती है. എന്താണ്? നമുക്ക് എന്താണ്? കോട്ടയ്ക്കടുത്ത് എന്താണ്? ചാമ്പൽ നദിയുടെ തീരത്ത് എന്താണ്? ചാമ്പലിന്റെ തീരത്ത് നമുക്ക് ആധാർശില ദൃശ്യമാണ്. എന്താണ്? ചാമ്പലിന്റെ തീരത്ത് ആധാർശില ദൃശ്യമാണ്. ഇതെന്താണ്? ആകാശത്ത് നിന്ന് തൂങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നുന്ന ഒരു വലിയൊരു കനത്ത പാറ പോലെയാണ് ഇത് തോന്നുന്നത്. ചാമ്പലിന്റെ തീരത്ത് നമുക്ക് ആധാർശില ദൃശ്യമാണ്. ഇതെങ്ങനെയാണ് കാണുന്നത്? ആകാശത്ത് നിന്ന് തൂങ്ങിക്കിടക്കുന്നതായി തോന്നുന്ന ഒരു കനത്ത പാറയാണ് ഈ ആധാർശില എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. गुप्त वंश की स्थापत्य कला के नमूने क्या क्या है? गुप्त वंश के स्थापत्य कला के नमूने क्या क्या है? गुप्त वंश की स्थापत्य कला के नमूने क्या क्या है? എന്താണ്? ഗുപ്തവംശത്തിന്റെ ആ വാസ്തുവിദ്യ കലകൾ എന്തൊക്കെയായിരുന്നു? बड़ौली का शिव मंदिर स्थापत्य कला के लिए प्रसिद्ध है. ये बड़े विशाल और सुंदर है. बड़ौली का शिव मंदिर स्थापत्य कला के लिए प्रसिद्ध है. ये बड़े विशाल और सुंदर है. എന്താണ്? ബഡോലിലെ ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഈ വാസ്തുവിദ്യക്ക് വളരെയധികം പ്രസിദ്ധമായിരുന്നു. ബഡോലിലെ ശിവക്ഷേത്രം എന്ന് പറയുന്നത് വാസ്തുവിദ്യക്ക് പേര് കേട്ടതായിരുന്നു. ഇതെന്ന് പറയുന്നത് വളരെ മനോഹരവും അതുപോലെ വിശാലവും ആയിരുന്നു. നെക്സ്റ്റ് നോക്കിക്കേ. കേവൽ പഠനയ്ക്ക് വായിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ന് വായിക്കാം. ഗുംന ഫിർന. ഗുംന എന്ന് വെച്ചാൽ എന്താ? യാത്ര. ഫിർന എന്ന് വെച്ചാൽ പുതിയത്. ഗുംന അതുപോലെ ഫിർന. അടുത്ത് നോക്കിക്കേ. ഖാന. ഖാന എന്ന് വെച്ചാൽ കഴിക്കുക. പീന എന്ന് വെച്ചാൽ കുടിക്കുക. ഖാന എന്ന് വെച്ചാൽ കഴിക്കുക. പീന എന്ന് വെച്ചാൽ കുടിക്കുക. ഖാന എന്ന് വെച്ചാൽ കഴിക്കുക. പീന എന്ന് വെച്ചാൽ കുടിക്കുക. ആന എന്ന് വെച്ചാൽ വരിക. ആന എന്ന് വെച്ചാൽ വരിക. ആന എന്ന് വെച്ചാൽ വരിക. ജാന എന്ന് വെച്ചാൽ പോയി. ജാന എന്ന് വെച്ചാൽ പോയി. ആന എന്ന് വെച്ചാൽ
വരിക. ജാന എന്ന് വെച്ചാൽ എന്താ? പോയി. അടുത്ത് നോക്കിയേ, പഠന. പഠന എന്ന് വെച്ചാൽ എന്താ? വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക. പഠന എന്ന് വെച്ചാൽ എന്താ? വായന അല്ലെങ്കിൽ പഠനം. ലിഖന എന്ന് വെച്ചാൽ എന്താ? എഴുതുക. ലിഖന എന്ന് വെച്ചാൽ എന്താ? എഴുതുക. ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മാത്രം മതി. അപ്പം ഇന്ന് പഠിപ്പിച്ച ശബ്ദാർത്ഥം, അതുപോലെ ഉൾത്തെ അർത്ഥവാലയും, അതുപോലെ കേവൽ പഠനേ കെ ലിയെ, ഇപ്പൊ പറഞ്ഞ ഈ കേവൽ പഠനേ കെ ലിയെ എല്ലാവരും എന്താണ് കോപ്പിറൈറ്റ് ബുക്കില് എഴുതണം. ഒപ്പം എല്ലാവരും लिखित स्थान को पूर्ति कीजिए, അതുപോലെ निम्नलिखित शब्दों को वाक्यों में प्रयोग कीजिए, അതുപോലെ निम्नलिखित प्रश्नों के उत्तर दीजिए. ഇത്രയും എന്താണ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ടീച്ചർ എന്ത് പഠിപ്പിച്ച ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറിന്റെ നോട്ട് ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് ടീച്ചറിന് പഠിച്ചത് വോയിസും ഇട്ടേണം. ഒപ്പം എല്ലാവരും നോട്ട് ചെയ്തത് സെൻഡ് ചെയ്യുകയും വേണം. അപ്പൊ എന്തൊക്കെയാണ്? ശബ്ദാർത്ഥം, അതുപോലെ ഉൾട്ട അർത്ഥവാല്, കേവൽ പഠനയ്ക്ക് ലിയാണ് എന്തിൽ എഴുതേണ്ടത്? കോപ്പിറൈറ്റ് ബുക്കിൽ എഴുതേണ്ടത്. ബാക്കി ഇത്രയും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ടീച്ചറിന് നോട്ട് സെൻഡ് ചെയ്ത് തരണം. ഒപ്പം എല്ലാവരും പഠിച്ചത് വോയിസും ഇട്ട് തരണം. ടീച്ചർ നോട്ട് ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ടീച്ചറിന് എടുക്കാൻ പോകുന്നത് നമ്മൾ ഇടയ്ക്ക് ഒരു ചാപ്റ്റർ വിട്ടിട്ടുണ്ടായിരുന്നു, ഓണം 1987 എന്നുള്ളൊരു പാഠം. അതായത് പേജ് നമ്പർ 34 കേട്ടോ. പേജ് നമ്പർ 34 പാഠം 7 ഓണം 1987. ആ പാഠമാണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. കുഞ്ഞൊരു പദ്യമാണ് കേട്ടോ. നോക്കിയേ, അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മളുടെ പണ്ട് കാലത്ത് ഉള്ള ഓണാഘോഷം അല്ലെ എങ്ങനെയായിരുന്നു, അതിൽ നിന്നും ഇപ്പം നമ്മളുടെ ഈ ഒരു കാലത്ത് ഉണ്ടാകുന്ന ഓണവും തമ്മിലുള്ള വ്യത്യാസം അല്ലെ, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പണ്ട് കാലത്ത് നിന്നും ഓണത്തിന് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഓണം ആഘോഷിക്കുന്ന രീതിയിലാണെങ്കിലും, പൂക്കളവിധത്തിലാണെങ്കിലും, ഓണസദ്യയിലാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പണ്ട് കാലം ഉള്ള ഓണാഘോഷങ്ങളും ഇപ്പോഴത്തെ ഓണാഘോഷങ്ങളും തമ്മിലുള്ള മാറ്റം, വ്യത്യാസം, അതാണ് NV കൃഷ്ണ വാര്യർ ഓണം 1987 എന്നുള്ള ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഓണം അതിന് ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ കാരണം നമ്മളുടെ മനുഷ്യരുടെ ജീവിത രീതിയിൽ ഉണ്ടായ വ്യത്യാസവും അല്ലെ, അവരുടെ തൊഴില്, അവരുടെ സമയമില്ലായ്മ, അത് വലിയൊരു പ്രശ്നമാണ് അല്ലെ. ഒന്നിനും സമയമില്ലാതെ എല്ലാവർക്കും ഭയങ്കര തിരക്കുകളാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ നാട്ടിൻ പുറങ്ങളിൽ ഉണ്ടായ വ്യത്യാസം അല്ലെ, നഗരവൽക്കരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ടുള്ള ഓണവും ഇപ്പോഴുള്ള ഓണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് കാരണമാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓണം 1987 തൊട്ട് ഉണ്ടായ വ്യത്യാസങ്ങളാണ് ഈ NV കൃഷ്ണ വാര്യർ ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഓണം എന്ന് പറയുന്നത് എന്തായിരുന്നു അറിയാമോ? കാർഷിക ആഘോഷം, അതായത് വിളവെടുപ്പ്. സ്വന്തം വീടുകളിൽ ആളുകൾ കൃഷി ചെയ്യും സാധനങ്ങളെല്ലാം അല്ലെ. ആ കൃഷി ചെയ്ത് അതിന്റെ വിളവ് അല്ലെ, അത് നല്ല അതിനകത്തുള്ള ഫലങ്ങളും കായ്കളും ഒക്കെ നല്ല പാകമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് വിളവെടുക്കുന്ന സമയമാണ് എന്ത് ഈ ഓണം എന്ന് പറയുന്നത് അല്ലെ. അതായത് വിളവെടുപ്പിന്റെ ആഘോഷം, കാർഷിക മേഖലയിലെ വിളവെടുപ്പിന്റെ ആഘോഷമായിട്ടായിരുന്നു പണ്ട് കാലത്ത് ഓണം ആഘോഷിച്ചിരുന്നത്. ഇന്ന് അങ്ങനൊന്നും അല്ല. ഇന്നെന്താണ് ഓണാഘോഷം എന്ന് പറയുന്നത്? ഓരോ മത്സരങ്ങളും അല്ലെ, ഓരോ സ്ഥാപനങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഓണപരിപാടികളും ഒക്കെയാണ് അല്ലെ. വീടുകളിലൊക്കെ ഓണാഘോഷം ഇപ്പോൾ ഉണ്ടെങ്കിലും പണ്ട് കാലങ്ങളിൽ ആഘോഷിച്ചിരിക്കുന്ന അതേ ഒരു രീതിയിലും അതേ ഒരു സന്തോഷത്തോടു കൂടിയൊന്നും അല്ല ഇപ്പൊ എല്ലാവരും ആളുകൾ പുറമെ അഭിനയിക്കുകയാണ്. കാര്യം എന്താണ്? ജസ്റ്റ് കുറച്ച് സമയത്തേക്കുള്ള ഒരു ആഘോഷം. മറ്റിന് അങ്ങനെയല്ല. അത്തം തുടങ്ങി 10 ദിവസത്തേക്ക് എന്താണ്? ഓണമായിരിക്കും അല്ലെ. വീടുകളിൽ തന്നെ എന്ത് ചെയ്യും? ഓണസദ്യ ഒരുക്കും അല്ലെ. ആ ഓണസദ്യ ഒരുക്കാനായിട്ട് വിഭവങ്ങളെല്ലാം വീടുകളിൽ തന്നെ കൃഷി ചെയ്തെടുക്കും. അതുപോലെ തന്നെ എന്താണ്, അങ്ങോട്ടും പരസ്പരം ഓണക്കോടിയൊക്കെ വാങ്ങിക്കൊടുക്കും. അതുപോലെ പൂക്കളം ഇടാനായിട്ട് കൊച്ചു കുട്ടികൾ എന്ത് ചെയ്യും? രാവിലെ എണീറ്റ് കുളിച്ച് സുന്ദരന്മാരൊക്കെ ആയിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ആ പറമ്പിലും വയലിലും ഒക്കെ പോയി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന പൂക്കളൊക്കെ ശേഖരിച്ചുകൊണ്ട് വന്നിട്ടാണ് ഓണപ്പൂക്കളൊക്കെ എടുത്തത്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ എല്ലാവരും രാവിലെ കടയിൽ പോയി എന്ത് ചെയ്യും? കിറ്റായിട്ടാണ് എന്താണ് പൂവും സാധനങ്ങളും അല്ലെ
സദ്യകളെല്ലാം കിറ്റായിട്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ്. ചിലപ്പോൾ റെഡിമെയ്ഡ് ഓണം സദ്യ തന്നെയാണ് നമ്മൾ ഹോട്ടലുകളിൽ പോയി സദ്യ വാങ്ങിക്കൊണ്ട് വന്ന് വിളമ്പ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളാണല്ലേ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം NV കൃഷ്ണവാര്യരെ കുറിച്ചിട്ട് നോക്കാം. നോക്കി ആരെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത് അറിയാലോ? നമ്മളുടെ ഓണം 1987 എന്ന നമ്മുടെ കവിത എഴുതിയ NV കൃഷ്ണവാര്യരെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യർ കേട്ടോ. ഓക്കെ, ജനനം 1914 മെയ് 13 അദ്ദേഹം ജനിച്ചത്. 1914 മെയ് 13 അദ്ദേഹം ജനിച്ചത്. മലയാളത്തിലെ പത്രപ്രവർത്തനം, വിജ്ഞാന സാഹിത്യം, കവിത, സാഹിത്യ ഗവേഷണം എന്നീ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു ആര്? NV കൃഷ്ണവാര്യർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പത്രപ്രവർത്തനം, കവിയായിരുന്നു, സാഹിത്യ ചിന്തകൻ, ഗവേഷകൻ, അങ്ങനെ പല മേഖലകളിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? തൊഴിൽ അഭ്യസിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കുറച്ച് കവിതകൾ ഒരുപാടുണ്ട്, കുറച്ച് എഴുതിയിട്ടുള്ളൂ. പുഴകൾ, കാവ്യ കൗതുകം, രക്തസാക്ഷി, വെള്ളപ്പൊക്കം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകളാണ്. അപ്പോ എഴുതിയെടുക്കുന്നവർക്ക് ഓണം 1987 എന്നുള്ളത് നോട്ട്ബുക്കിനകത്തോട്ട് എന്ത് ചെയ്യുക? ആ പാഠത്തിന്റെ പേര് എഴുതിയിട്ട് NV കൃഷ്ണവാര്യർ എന്ന് ഹെഡിങ് എഴുതിയിട്ട് അദ്ദേഹത്തെ പറ്റിയിട്ട് എഴുതാം. നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വലിയ വലിയ ക്ലാസ്സുകളിലാണെങ്കിലും നിങ്ങൾക്ക് അപ്പൊ എന്താ ചെയ്യാം? ഇതൊക്കെ പഠിക്കേണ്ടതൊക്കെ വരുമ്പോൾ അതൊക്കെ ഉപകാരപ്പെടും, എഴുതി വെച്ചാൽ കേട്ടോ. അപ്പോൾ ജനനം 1914 മെയ് 13. തൊഴിൽ പത്രപ്രവർത്തനം, കവി, സാഹിത്യ ചിന്തകൻ, കവിതകൾ, പുഴകൾ, കാവ്യ കൗതുകം, രക്തസാക്ഷി, വെള്ളപ്പൊക്കം. ഓക്കെ, ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണമാണ്. അദ്ദേഹം കുറെ യാത്രകൾ കൊണ്ടുള്ളപ്പോൾ യാത്രാ വിവരണം ഉണ്ട്. അതൊക്കെ നോക്കിയേ. യാത്രാ വിവരണം 3 എണ്ണമാണ്. ഒന്നാമത്തേത് അമേരിക്കയിലൂടെ. രണ്ടാമത്തേത് ഉണരുന്ന ഉത്തരേന്ത്യ. മൂന്നാമത്തേതാണ് പുതിയ ചിന്ത സോവിയറ്റ് യൂണിയൻ. ഇത് 3 എണ്ണം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ യാത്രാ വിവരണമാണ് കേട്ടോ. യാത്ര ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളാണ് 3 എണ്ണം. അമേരിക്കയിലൂടെ, ഉണരുന്ന ഉത്തരേന്ത്യ, പുതിയ ചിന്ത സോവിയറ്റ് യൂണിയൻ. പിന്നെ അദ്ദേഹത്തിന്റെ മരണം 1989 ഒക്ടോബർ 12 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ജനനം 1916 മെയ് 13 തൊഴില് പത്രപ്രവർത്തനം, കവിയായിരുന്നു, സാഹിത്യ ചിന്തകൻ, സാഹിത്യ ഗവേഷകൻ തുടങ്ങിയവ. പിന്നെ കവിതകൾ, കാവ്യ കൗതുകം, പുഴകൾ, രക്തസാക്ഷി, വെള്ളപ്പൊക്കം. യാത്രാ വിവരണം അമേരിക്കയിലൂടെ, ഉണരുന്ന ഉത്തരേന്ത്യ, പുതിയ ചിന്ത സോവിയറ്റ് യൂണിയൻ. മരണം 1989 ഒക്ടോബർ 12. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ പദ്യം പഠിച്ചോളാം. നോക്കിയേ. ഓണം 1987. ഒരു ചെടിയും നട്ടുവളർത്തി ഓണപ്പൂവെങ്ങനെ നുള്ളാൻ, ഒരു വയലും കൂട്ടി വിതച്ചി ലോണച്ചോറെങ്ങനെയുണ്ണാൻ, ഒരു വാഴക്കണ്ണും നട്ടി ലോണപ്പഴം എങ്ങനെ തിന്നാൻ, ഒരു കളി നൂൽ പോലും നൂറ്റി ലോണത്തുണി എങ്ങനെ അണിയാൻ, ഒരു രാഗം മൂളിപ്പഴകി ലോണപ്പാട്ട് എങ്ങനെ പാടാൻ, ഒരു കരളിൽ സ്നേഹം പാകി ലോണക്കളി എന്തു കളിക്കാൻ, ഉള്ളത്തിൽ കള്ള കർക്കടകം എങ്ങനെ പൊന്നോണം പുലരാൻ. അതായത് ആദ്യം പറഞ്ഞത് ഒരു ചെടിയും നട്ടു വളർത്തി ലോണപ്പൂവ് എങ്ങനെ നുള്ളാൻ. അതായത് ഓണത്തിന് നമുക്കറിയാം പൂക്കളം ഇടുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അല്ലേ. അത്തപ്പൂ ഇടുന്നത് പ്രധാനപ്പെട്ട ചടങ്ങാണ്. അപ്പൊ അത്തപ്പൂ ഇടുക എന്ന് പറയുമ്പോൾ അതിനൊക്കെ കുറച്ച് പൂക്കൾ ആവശ്യമാണ് അല്ലേ. അപ്പോ ഒരു ചെടി പോലും നട്ടു വളർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ചെടി മാത്രം നട്ടു വളർത്തിയിട്ട് ആ ഒരു ഓണത്തിന് എങ്ങനെയാണ് മൊത്തത്തില് പൂവ് അല്ലെ, പൂക്കൾ കൊണ്ട് ആ ഓണപ്പൂവ് എങ്ങനെ ഇടുന്നത്. അതായത് പഴയ കാലത്തിൽ നിന്നും പുതിയ പുതിയ കാലം വന്നപ്പോൾ ആളുകൾക്ക് സമയമില്ല. അപ്പോൾ ഒരു ചെടി നട്ടു വളർത്താൻ പോലും ആളുകൾക്ക് സമയമില്ല. അങ്ങനെ ഇത്തരത്തിലെ ചെടികളൊന്നും നട്ടു വളർത്താതെ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ പൂവൊക്കെ പിടിച്ച് ശേഖരിച്ച് ഒരു ഓണം പൂക്കളം അല്ലെ അത്തപ്പൂവ് എങ്ങനെയാണ് ഇടാനെന്നാണ് ചോദിക്കുന്നത്. ഒരു വയലും കൂട്ടി വിതച്ച
എങ്ങനെയുള്ളാൻ അല്ലെ, അതായത് ഒരു വയലിൽ പോലും നല്ല രീതിയിൽ വിത്തൊന്നും പാവാതെ വിത്ത് വിതയ്ക്കാതെ എങ്ങനെയാണ് ആ വയലിൽ നിന്നുമൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള അരിയൊക്കെ കിട്ടി അത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഓണച്ചോറുണ്ടാൻ. അതായത് വയലുകളെല്ലാം എന്താണ് ഇപ്പോൾ നികത്തി വലിയ വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും ഒക്കെ പണിയുന്നു. പിന്നെ ഉള്ള വയലൊന്നും നല്ല രീതിയിൽ കൃഷിയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ കൃഷിയൊന്നും ചെയ്യാതെ വയലൊക്കെ നശിച്ചു പോയി. ഇങ്ങനെ ഈ വയലിലെ വിത്തൊന്നും വിതയ്ക്കാതെ എങ്ങനെയാണ് നമ്മൾ ഓണത്തിന് അരി വെച്ചിട്ട് എന്ത് ചെയ്യാൻ ചോറൊക്കെ ഉണ്ണാൻ എങ്ങനെയാണ് ചോറുണ്ടെന്നാണ് കവി ചോദിക്കുന്നത്. അടുത്തത് ഒരു വാഴക്കന്നും നട്ടി ഓണപ്പഴം എങ്ങനെ തിന്നാൻ അല്ലെ. നമുക്കറിയാം സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് വാഴപ്പഴം അല്ലെ, പഴം അല്ലെ. അപ്പൊ ഒരു വാഴ മാത്രം വെച്ചിട്ട് ഈ ഒരു ഓണസദ്യക്ക് ആവശ്യമായിട്ടുള്ള പഴം എങ്ങനെയാണ് എല്ലാവർക്കും ആയിട്ട് കിട്ടുന്നത്. കൃഷിയൊന്നും ചെയ്യാനായിട്ട് വയ്യ, എല്ലാവർക്കും എന്താണ് വീട്ടിലൊന്നും കൃഷിയൊന്നും ചെയ്യാൻ വയ്യ, വാഴയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൃഷി ചെയ്യാനൊന്നും വയ്യ. എല്ലാവർക്കും പുറത്തുനിന്നെല്ലാം വാങ്ങാനാണ് ഇപ്പൊ താല്പര്യം. അപ്പോൾ ഇങ്ങനെ വീടുകളിലൊന്നും വാഴയൊന്നും നല്ല രീതിയിൽ കൃഷിയൊന്നും ചെയ്യാതെ ഓണത്തിന് ഈ വാഴപ്പഴമൊക്കെ എങ്ങനെയാണ് കിട്ടുക. ഒരു കടി നൂൽ പോലും നൂറ്റി ഓണത്തുണി എങ്ങനെയുണ്ട് അണിയാൻ. അതായത് ഒരു ഓണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പുതിയ വസ്ത്രം വാങ്ങും അല്ലെ, നമ്മൾ ഓണം നോക്കിയിരിക്കുകയാണെങ്കിൽ പുതിയ ഉടുപ്പൊക്കെ വാങ്ങി ഓണക്കോടിയൊക്കെ ഇടാൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയാണ് ഈ ഓണത്തിന് പുതുവസ്ത്രം ധരിക്കാൻ സ്വന്തമായിട്ട് ആളുകൾ ഒരു നൂല് പോലും നെയ്യുന്നില്ല. പണ്ട് ആളുകൾ സ്വന്തമായിട്ട് വീടുകളിലൊക്കെ എന്ത് ചെയ്യും തുണിയൊക്കെ വാങ്ങി തയ്ച്ചൊക്കെയാണ് ഇടുന്നത്. ഇപ്പൊ എന്താണ് എല്ലാം റെഡിമെയ്ഡ് ആണ് അത് അല്ലെ. നമുക്ക് തയ്ച്ച തുണി നമ്മുടെ അളവിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ എല്ലാവരും പോയി എന്താണ് അങ്ങനെയാണ്. അപ്പൊ നൂലൊന്നും വെച്ച് സ്വന്തമായിട്ട് ആർക്കും നെയ്ത് ഒന്നും ഉടുപ്പൊന്നും ഉണ്ടാക്കാനൊന്നും വയ്യ. ഒരു രാഗം മൂളിപ്പഴകി ഓണപ്പാട്ട് എങ്ങനെ പാടാൻ അല്ലെ. ഓണത്തിന് എന്താണ് നമുക്കറിയാം പണ്ട് ഓണത്തിന് പാട്ടൊക്കെ പാടി വീടുകളിൽ എന്ത് ചെയ്യും ആളുകളെല്ലാം ഒരുമിച്ച് ആഘോഷിച്ച് എന്താണ് തിരുവാതിരക്കളിയൊക്കെ ഉണ്ടല്ലേ. ഇപ്പം ആളുകൾക്ക് ഒന്നിനും സമയമില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു രാഗം പോലും പാടുന്നില്ല, ഒരാളൊരു മൂളിപ്പാട്ട് പോലും പാടാതെ എങ്ങനെയാണ് ഈ ആളുകൾ വീട്ടിലൊക്കെ എന്ത് ചെയ്യുന്നത് ഈ ഓണപ്പാട്ടൊക്കെ പാടുന്നത്. ഒരു കരളിൽ സ്നേഹം പാകി ഓണക്കളി എന്തു കളിക്കാൻ അല്ലെ. പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല മനസ്സറിഞ്ഞൊരു സ്നേഹമൊന്നുമില്ല. കാണുമ്പോൾ എല്ലാവരും സംസാരിക്കും ചിരിക്കും എന്നല്ലാതെ ഒരു ആത്മബന്ധം ആരും എന്താണ് പരസ്പരം വീട്ടിലുള്ള ആളുകൾക്ക് പോലും എന്തില്ല ഇല്ല. കാരണം വീട് ഒഴിഞ്ഞു കിടക്കായിരിക്കും, എല്ലാവരും പല പല സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. അപ്പം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പലപ്പോഴും കാണുമ്പോൾ ചിരിക്കും സംസാരിക്കും എന്നല്ലാതെ പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല സ്നേഹമൊന്നും ഇല്ല. അങ്ങനെ ഈ പരസ്പരം മനസ്സിൽ സ്നേഹമൊന്നും ഇല്ലാതെ ഇവരെങ്ങനെയാണ് ഓണക്കളിയൊക്കെ കളിക്കാൻ. പണ്ട് പുലികളിയും അല്ലയോ കരടികളിയും അങ്ങനെ ഒരുപാട് കളികളൊക്കെ ഉണ്ട് അല്ലെ. കുട്ടികൾ തമ്മിൽ എന്താണ് ഓണക്കളികളൊക്കെ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ ഈ പരസ്പരം മനസ്സിൽ സ്നേഹമൊന്നും ഇല്ലാതെ ഇവരെങ്ങനെയാണ് ഓണത്തിന് പരസ്പരം കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളികളൊക്കെ കളിക്കാന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഉള്ളത്തിൽ കള്ളക്കർക്കടം എങ്ങനെ പൊന്നോണം പുലരാൻ അല്ലെ. കർക്കിടക മാസത്തിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ മലയാളം അല്ലെ മാസങ്ങളിൽ ഏറ്റവും അവസാനത്തെ മാസമാണ് കർക്കിടകം. അത് കഴിഞ്ഞാൽ പുതിയ മലയാള മാസം തുടങ്ങാണ് ചിങ്ങം അല്ലെ. അപ്പൊ ആ ചിങ്ങത്തിലാണ് എന്ത് ഓണം. ഈ കർക്കിടക മാസത്തിനെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം ഒരുപാട് രോഗങ്ങളുടെ മാസമാണെന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയുന്നത് അല്ലെ. ഒരുപാട് അസുഖങ്ങളാണ് കർക്കിടക കണ്ണിയൊക്കെ വെച്ച് കുടിക്കും രോഗമൊക്കെ അകറ്റാൻ. അതായത് എന്താണ് പെട്ടെന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് മഴയും അങ്ങനെയൊക്കെയുള്ള ഒരു കാലാവസ്ഥയാണല്ലേ. അപ്പം ഈ കർക്കിടക മാസത്തെ പോലെ ആ കർക്കിടക മാസത്തിൽ മഴയൊക്കെ വരും അല്ലെങ്കിൽ വെയിലായിരിക്കും എന്നൊന്നും നമുക്ക് നേരത്തെ ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഈ കർക്കിടക മാസത്തെ പോലെ മനസ്സിൽ എന്താണ് ഈ ആളുകളുടെ എന്നുള്ളതൊന്നും നമുക്ക് തുറന്ന് നോക്കാൻ പറ്റത്തില്ല. എന്താണ് ചിലപ്പം ഈ മഴ പെയ്യുന്ന പോലെ ചിലപ്പോൾ നല്ല സന്തോഷത്തിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും സന്തോഷം പോവുകയും ചെയ്യും. അപ്പോൾ ഈ കർക്കിടക മാസത്തെ പോലെ മനസ്സിൽ മറ്റൊന്ന് വെച്ച് പുറമേ കാണിക്കുന്ന ഈ ആളുകൾ അല്ലെ ഉള്ളത്തിൽ കള്ള കർക്കിടകം മനസ്സിൽ കർക്കിടക മാസത്തെ പോലെ തിന്മകളായിരിക്കും മൊത്തം അല്ലെ. ഓരോന്നിനെ പറ്റി ആശങ്കയായിരിക്കും. ഇവിടെ വന്ന് ഓണം ആഘോഷിക്കുകയാണെങ്കിലും ചിന്ത എന്തായിരിക്കും അവിടെ വീട്ടിലാരും ഇല്ല അല്ലെങ്കിൽ ജോലി എന്തായി ഇനി ഒരുപാട് ജോലിക്ക് ചെയ്യണമല്ലോ എന്നുള്ള ഒരുപാട് വേറെ ചിന്തകളായിരിക്കും. അപ്പം ഉള്ളത്തിൽ കള്ള കർക്കിടകം എങ്ങനെ പൊന്നോണം പോലെ ഇങ്ങനെ മനസ്സിൽ മറ്റു കുറെ ആശങ്കകളൊക്കെ വെച്ച് തിന്മയൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നല്ലൊരു പൊന്നോണം ആഘോഷിക്കുക എന്നാണ് കവി ചോദിക്കുന്നത്. അതായത് മാറുന്ന കാലം മാറുന്ന ഓണം അല്ലെ. പണ്ടുള്ള ഓണാഘോഷങ്ങളിൽ ഒരുപാട് മാറ്റമാണ് ഇപ്പോഴത്തുള്ള ഓണാഘോഷത്തിന്. അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കവിതയാണ് നമ്മുടെ NV കൃഷ്ണവാര്യർ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓണം 1987 എന്നുള്ള ഈ കവിത. ഒന്നുകൂടെ പറയാം. ഒരു ചെടിയും നട്ടുവളർത്തി ലോണപ്പൂവ് എങ്ങനെ നുള്ളാൻ
ഒരു വയലും കൂട്ടി വിതച്ചി ലോണച്ചോർ എങ്ങനെ ഉണ്ണാൻ, ഒരു വാഴക്കന്നും നട്ടി ലോണപ്പഴം എങ്ങനെ തിന്നാൻ, ഒരു കണി നൂൽ പോലും നൂറ്റി ലോണത്തുണി എങ്ങനെ അണിയാൻ, ഒരു രാഗം മൂളിപ്പഴകി ലോണപ്പാട്ട് എങ്ങനെ പാടാൻ, ഒരു കരളിൽ സ്നേഹം പാകി ലോണ കളി എന്തു കളിക്കാൻ, ഉള്ളത്തിൽ കള്ള കർക്കിടകം എങ്ങനെ പൊന്നോണം പുലരാൻ. മനസ്സിലായോ? എളുപ്പമുള്ള ഒരു കവിതയാണ്. വലിയ രീതിയിൽ എന്താ ഒരുപാട് പാടൊന്നുമില്ല. അപ്പൊ ഇത് നിങ്ങൾ തൽക്കാലം പരീക്ഷയ്ക്ക് ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ വരെയൊന്നും പഠിക്കണ്ട കേട്ടോ. കുഞ്ഞാൻകുട്ടി പറയണോ? ഒന്നുകൂടെ പറയാം. അതായത് ആദ്യം പറയുന്നത് ഒരു ചെടിയും നട്ടുവളർത്തി ഓണപ്പൂവ് എങ്ങനെ നുള്ളാൻ. ഒരു ചെടി മാത്രം നട്ടുവളർത്തിയിട്ട് ഒരു ഓണത്തിന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള പൂവ് എല്ലാം കിട്ടത്തില്ല. അല്ല, ഒരു ചെടിയിൽ നിന്ന് പൂവിടാൻ മൊത്തം പൂക്കളം ഇടാനുള്ള പൂ കിട്ടുമോ? ഇല്ല. അപ്പം ഒരു ചെടി മാത്രം നട്ടുവളർത്തിയിട്ട് എങ്ങനെയാണ് ഓണപ്പൂവ് അല്ലെങ്കിൽ അത്തപ്പൂവ് ഇടുന്നത്. ഒരു വയലും കൂട്ടി വിതച്ച് ഓണച്ചോർ എങ്ങനെ ഉണ്ണാൻ. അല്ലെ, വയലുകളൊന്നും എന്താണ് കൂട്ടി വിതയ്ക്കുക, അതായത് വിളവെടുക്കാതെ എങ്ങനെയാണ് ഓണത്തിന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു വാഴക്കന്നും നട്ടി ഓണപ്പഴം എങ്ങനെ തിന്നാൻ. അല്ലെ, ഒരു വാഴപ്പഴം, അതായത് നമുക്ക് ഓണത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് പഴം. അല്ലെ, അപ്പോൾ ഇങ്ങനെ വാഴ ഒന്നും വെച്ച് പിടിപ്പിക്കാതെ അതിൽ നിന്നും വാഴപ്പഴം ഒന്നും കിട്ടാൻ നമുക്ക് ഈ ഓണത്തിന് സദ്യക്ക് ആവശ്യമായിട്ടുള്ള പഴം എങ്ങനെ കിട്ടും. ഒരു കണി നൂൽ പോലും നൂറ്റി ഓണത്തുണി എങ്ങനെ അണിയാൻ. സ്വന്തമായിട്ട് ഒരു നൂല് പോലും നമ്മൾ കോർക്കാതെ നമ്മൾ ഓണത്തിന് എങ്ങനെയാണ് പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. ഒരു രാഗം മൂളിപ്പഴകി ഓണപ്പാട്ട് എങ്ങനെ പാടാൻ. ഒരു പാട്ട്, ഒരു മൂളിപ്പാട്ട് പാടാൻ പോലും ആർക്കും സമയമില്ലാത്ത നമ്മൾ എങ്ങനെയാണ് ഓണത്തിന് ഓണപ്പാട്ടൊക്കെ പാടുന്നത്. ഒരു കരളിൽ സ്നേഹം പാകി ഓണക്കളി എന്തു കളിക്കാൻ. അല്ലെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ എന്താണ് സഹോദരങ്ങൾക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിൽ നല്ല സ്നേഹമില്ലാതെ എങ്ങനെയാണ് ഇവർ ഓണത്തിന് ഒത്തുചേരുമ്പോൾ നല്ല നല്ല ഓണക്കളികളൊക്കെ എങ്ങനെയാണ് ഇവർ കളിക്കുന്നത്. ഉള്ളത്തിൽ കള്ള കർക്കിടം എങ്ങനെ പൊന്നോണം പുലരാൻ. അല്ലെ, മനസ്സില് മനസ്സില് കർക്കിടകം എന്ന് പറഞ്ഞാൽ അവിടെ ആ മാസത്തിന്റെ പ്രത്യേകതയാണ്. മാസം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് ഈ കർക്കിടകം പണ്ടുള്ള നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പറയും ഒരുപാട് രോഗങ്ങളൊക്കെ വരുന്ന മാസമാണ്. അല്ലെ, അതുപോലെ തന്നെ എന്താണ് പെട്ടെന്ന് മഴ വരും. അപ്പൊ അങ്ങനെയുള്ള എന്താണ് വരാൻ പോകുന്നതെന്ന് ആ മാസത്തിൽ എന്താണ് വരാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുപോലെ മനുഷ്യരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അവരുടെ മനസ്സിൽ നമ്മളോട് സ്നേഹമാണോ ദേഷ്യമാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെ, അപ്പോൾ അത്തരത്തിൽ ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ തിന്മ വെച്ച് അല്ലെങ്കിൽ ആശങ്കകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നല്ലൊരു ഓണം എല്ലാവരും കൂടി ഇനി ആഘോഷിക്കുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. ഇത്രയായപ്പോ ആ പാഠം കഴിഞ്ഞു. ഇനി നമുക്ക് ആ പാഠത്തിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. അത് ടീച്ചറോട് കാണിക്കാൻ നിങ്ങൾ അത് നോട്ട്ബുക്കിനകത്തോട്ട് നമ്മൾ ഓണം 1987 NV കൃഷ്ണവാര്യരെ കുറിച്ചിട്ടുള്ള ജീവചരിത്രക്കുറിപ്പ് പോലെ നമ്മൾ കുറച്ചുകൂടെ എഴുതി നിങ്ങൾ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുത്തല്ലോ. അതിന്റെ ബാക്കിയായിട്ട് അർത്ഥം കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് പോയാൽ മതി. നോക്കിയേ, ആദ്യം പറയുന്നത് നമ്മൾ ആ തുടർ പ്രവർത്തനമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം ഉള്ളത് അർത്ഥമാണ് കേട്ടോ. അർത്ഥം നോക്കി ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം പറയുന്നത് കഴി. കഴി എന്ന് പറഞ്ഞ എന്താണ്, ചുറ്റിയ നൂല്. നമ്മള് വസ്ത്രമൊക്കെ നെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന നൂലില്ലേ, ചുറ്റിയല്ലേ വസ്ത്രം നെയ്തെടുക്കുന്നത്. അപ്പൊ അതാണ് കഴി എന്ന് പറഞ്ഞ എന്താണ്, ചുറ്റിയ നൂല്. അടുത്തത് പാകുക. പാകുക എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക. നമ്മള് എന്താണ് ഓരോ ധാന്യ വിത്തുകളൊക്കെ ഇല്ലേ, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൃഷി ചെയ്തെടുക്കാൻ വേണ്ടി വിത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യും, മണ്ണിനടി കുഴിച്ചിട്ട് മുളപ്പിക്കും. അപ്പൊ അതാണ് പാകുക. അങ്ങനെ വിത്ത് കുഴിച്ചെടുത്തതിനെയാണ് പാകുക എന്ന് പറയുന്നത്. പാകുക എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക. അടുത്തത് ഉള്ളത്തിൽ. ഉള്ളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനുള്ളിൽ എന്തൊക്കെയാണ് അർത്ഥം. ഉള്ളത്തിൽ എന്ന് പറഞ്ഞാൽ മനസ്സിൽ. അടുത്തത് കൂട്ടി വിതയ്ക്കുക, അതായത് ഉഴുതു വിത്തിടുക. നമ്മൾ വയലൊക്കെ ഉഴുതു മറിച്ചിട്ട് വിത്തിടുന്നില്ലേ, മണ്ണ് എന്ത് ചെയ്യും നന്നായിട്ട് ഉഴുത് മറിച്ചിടല്ലേ. അതായത് വായു നന്നായിട്ട് കയറാൻ വേണ്ടിയിട്ട് മണ്ണ് എന്ത് ചെയ്യും, ഉഴുതു മറിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യും, വിത്ത് പാകും. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും, നല്ല രീതിയിൽ വിത്ത് കിളിച്ച് വരും. അപ്പോൾ കൂട്ടി വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉഴുത് വിത്തിടുക. 4 എണ്ണമാണ്. ആദ്യത്തെ കഴി, ചുറ്റിയ നൂല്, പാകുക വിതയ്ക്കുക, ഉള്ളത്തിൽ മനസ്സിൽ, കൂട്ടി വിതയ്ക്കുക, ഉഴുത് വിത്തിടുക. അർത്ഥം അത്രയേ ഉള്ളൂ. അടുത്തത് പര്യായ പദമാണ് പറഞ്ഞിരിക്കുന്നത്. 3 എണ്ണം ഉണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്നേഹം.
സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചാൽ മതി. അവിടെ 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന 2 എണ്ണം പഠിക്കുക. ആദ്യത്തേത് രാഗം, പിന്നെ പ്രേമം, ഇഷ്ടം. ഓർത്തിരിക്കാൻ പറ്റുന്ന 2 എണ്ണം പഠിക്കുക. സ്നേഹം, രാഗം, പ്രേമം, ഇഷ്ടം. അടുത്തത് പൂവ്. പൂവെന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ്പം, സുമം, കുസുമം. പൂവെന്ന് പറഞ്ഞാൽ പുഷ്പം, സുമം, കുസുമം. അടുത്തത് വയൽ. വയൽ എന്ന് പറഞ്ഞാൽ പാടം, കണ്ടം, കേദാരം. പാടം, കണ്ടം, കേദാരം. എഴുതിയോ? ഇനി നോക്കി, ഇനി പിരിച്ചെഴുതുകയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എത്ര എണ്ണമാണ്? 3 എണ്ണമാണ് ഉള്ളത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഓണപ്പൂ. ഓണപ്പൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവിടെ പിരിച്ചെഴുതിയിരിക്കുന്നത്? നോക്കിയേ, ഓണ അധികം പൂ അല്ലെ? പ എന്നുള്ളതിനെ മാറ്റി വെറും പൂ എന്ന് മാത്രം ആക്കി. ഓണപ്പൂ എന്നുള്ളതിനെ പിരിച്ചെഴുതി ഓണ അധികം പൂ. അടുത്തത് പൊന്നോണം. പൊന്നോണം എങ്ങനെയാണ് പിരിച്ചെഴുതിയിരിക്കുന്നത്? പൊന്ന് അധികം ഓണം. പൊന്നോണം. ആ നോ എന്നുള്ളതിനെ മാറ്റി ന് അധികം ഓ എന്നാക്കി. പൊന്നോണം എന്നുള്ളതിനെ പൊന്ന് അധികം ഓണം. അടുത്തത് ഓണപ്പാട്ട്. ഓണപ്പാട്ടിനെ ഓണ അധികം പാട്ട്. ഇപ്പ മാറിയിട്ട് ഒരു പായായിട്ട് മാറി അല്ലേ? എത്തിച്ചപ്പ എന്നുള്ളത് മാറി ഒരു പായായിട്ട് മാറി. ഓണ അധികം പാട്ട്. ഓണപ്പാട്ട് എന്നുള്ളതിനെ മാറ്റി ഓണ അധികം പാട്ട്. 3 എണ്ണമാണ്. ഓണപ്പൂ, ഓണ അധികം പൂ, പൊന്നോണം, പൊന്ന് അധികം ഓണം, പിന്നെ ഓണപ്പാട്ട്, ഓണ അധികം പാട്ട്. ഇനി നമുക്കവിടെ പഠിക്കാനായിട്ടുള്ളത് അവിടെ ആശയം വിശദീകരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആശയം വിശദീകരിക്കുക. നോക്കിയേ, അപ്പൊ നമ്മൾ ഇന്നിപ്പോ പഠിക്കാനായിട്ട് പോകുന്നത് അതിന്റെ തുടർ പ്രവർത്തനങ്ങളിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ആദ്യം പഠിക്കാൻ പോകുന്നത് ആശയം വിശദീകരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ആശയം വിശദീകരിക്കുക. ഇതാണ് നോക്കിയേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഉണ്ട് കണ്ടോ. ഉത്തരം പറയുക കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് കണ്ടോ ആശയം വിശദീകരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നോക്കി എന്താണ്? ഉള്ളത്തിൽ കള്ള കർക്കടം എങ്ങനെ പൊന്നോണം പുലരാൻ എന്നുള്ള ആ വരിയുടെ ആശയം, അതായത് അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് കള്ളക്കർക്കടകം എന്ന് പറയുന്നത്? ഈ മാസത്തിന്റെ പ്രത്യേകതയിൽ നമ്മുടെ ഉള്ളിൽ കള്ളക്കർക്കടകം എന്ന് പറയാൻ കാരണമെന്ന് ആശയം വിശദീകരിച്ച് കുറിപ്പെഴുതുക. അപ്പൊ നമ്മുടെ ഓണം 1987 എന്നുള്ള പാഠത്തിലെ ഒരു 2 വരികളാണ്. ഏറ്റവും അവസാനമുള്ള 2 വരികളായിരുന്നു ഉള്ളത്തിൽ കള്ളക്കർക്കടം എങ്ങനെ പൊന്നോണം പുലരാൻ. മനസ്സിൽ മറ്റു ചിന്തകളും തിന്മകളും ഒക്കെ വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നല്ല സന്തോഷത്തോട് കൂടിയുള്ള ഒരു ഓണം ആഘോഷിക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ ആശയം എന്താ നോക്കിയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്രതീക്ഷിതമായുള്ള മഴയുടെ വരവും പോക്കുമാണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകത അല്ലെ? കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മലയാള മാസം അവസാനമാണ് അല്ലെ? ഈ കർക്കിടക മാസം എന്ന് വെച്ചാൽ പെട്ടെന്ന് മഴയും ഒക്കെ വരും അല്ലെ? പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് മഴ പോകും. അങ്ങനെ നമ്മളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് ഈ കർക്കിടക മാസത്തിൽ. മാറിയ കാലത്ത് മനുഷ്യന് അവന്റെ മനസ്സിൽ എപ്പോഴും ആശങ്കകളാണ് അല്ലെ? അതായത് നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എപ്പോഴും ഓരോന്നിനെ കുറിച്ച് എന്താണ് ഭയങ്കര ആശങ്കകളാണ് അല്ലെ? എന്തെങ്കിലും ചെയ്യുന്ന കാര്യം എന്താണെങ്കിലും ചെയ്യണോ വേണ്ടയോ അങ്ങനെ ഒരു വലിയൊരു ആശങ്കയുള്ള ഒരു മനസ്സാണ് ഒരുവിധം എല്ലാ മനുഷ്യർക്കും. എപ്പോഴും എന്തും സംഭവിക്കുമെന്ന തോന്നലല്ലേ? നമ്മൾ എന്ത് ചെയ്താലും എന്താണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലെ? നമ്മൾ പറയും മനുഷ്യരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ. നമുക്ക് ഒന്നും മുൻകൂട്ടി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രവചിക്കാനേ പറ്റില്ല. നാളെ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒന്നും നമുക്ക് മുൻകൂട്ടി ഒന്നും ഇപ്പം പ്രവചിക്കാൻ പറ്റാത്തൊരു ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഓണം സന്തോഷത്തോടെ പുലരും എന്നൊരു ഉറപ്പും അവനിൽ ഇല്ല. അതുകൊണ്ടാണ് ഉള്ളത്തിൽ കർക്കിടകമുള്ളപ്പോൾ എങ്ങനെ പൊന്നോണം പുലരും എന്ന് കവി ചോദിക്കുന്നത് അല്ലെ? അതായത് ഇത്തരത്തില് മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകളും ഒരുപാട് ആശങ്കകളാണ്. വേണോ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് തിന്മകളും അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഒരാളുടെ മനസ്സിൽ നിൽക്കുമ്പോൾ ഇത്രയും മനസ്സിൽ വലിയ വലിയ നിഗൂഢതകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് സന്തോഷം പുറമേ സന്തോഷം കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഓണം ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് കവി ചോദിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ആശയം. ആ വരിയുടെ ആശയമാണ് അപ്രതീക്ഷിതമായുള്ള മഴയുടെ വരവും പോക്കുമാണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകത. കർക്കിടക മാസത്തിന്റെ പ്രത്യേകതയാണ് അപ്രതീക്ഷിതമായുള്ള മഴയുടെ വരവും പോക്കും. മാറിയ കാലത്ത് മനുഷ്യൻ അവന്റെ മനസ്സിൽ എപ്പോഴും ആശങ്കകളാണ്.
എപ്പോഴും എന്തും സംഭവിക്കാമെന്ന തോന്നൽ, ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ ഓണം സന്തോഷത്തോടെ പുലരും എന്നൊരു ഉറപ്പും അവനിൽ ഇല്ല. അതുകൊണ്ടാണ് ഉള്ളതിൽ കള്ളക്കർക്കടകമുള്ളപ്പോൾ എങ്ങനെ പൊന്നോണം പുലരും എന്ന് കവി ചോദിക്കുന്നത്. അപ്പൊ അത് എഴുതിയെടുക്കണം കേട്ടോ. അതിന്റെ ഹെഡിങ് ആശയം വിശദീകരിക്കുക എന്ന് തന്നെ ഹെഡിങ് കൊടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ വരി എഴുതി ആ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുക. എന്നിട്ട് അതിന് താഴെ ആൻസർ എഴുതുക. ഓക്കെ, ഇനി അവിടെ നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത് ഉത്തരം പറയുക എന്നുള്ളതിനകത്ത് 2 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. നോക്കിയേ, നിങ്ങൾ പൂക്കളമിടാൻ പൂക്കൾ ശേഖരിക്കുന്നത് എപ്രകാരമാണ്? എപ്രകാരമാണ്? അപ്പൊ അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഹോംവർക്ക് ചെയ്യുക കേട്ടോ. എന്താണ് നിങ്ങൾ പൂക്കളം ഇടാനായിട്ട് പൂക്കൾ ശേഖരിക്കുന്നത് എപ്രകാരമാണ്? നമ്മൾ പറഞ്ഞ പണ്ട് കാലങ്ങളിൽ രാവിലെ കുട്ടികൾ എണീറ്റ് കുളിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വയലിലും അല്ലെ പറമ്പിലും ഒക്കെ പോയി അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് നാട്ടിൻ പൂക്കളാണ്, നാട്ടിൻപുറത്തുള്ള പൂക്കൾ എന്ത് ചെയ്യും പിച്ചുകൊണ്ട് വന്നാണ് ഓണം കൂടുതൽ. ഇന്നത്തെ നമുക്ക് പറഞ്ഞാൽ റെഡിമെയ്ഡ് ആണല്ലേ, പാക്കറ്റുകളിലൊക്കെ നമ്മൾ പോയി പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ കുറേ പൂക്കൾ കിട്ടും. അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ കൂടുതൽ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഈ പൂക്കളം ഇടുന്നതിന് ആവശ്യമായിട്ടുള്ള പൂവ് ശേഖരിക്കുന്നത്, അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് സ്വന്തമായിട്ട് എഴുതുക, ഹോംവർക്ക് ആയിട്ട് എഴുതുക. അടുത്തത്, നമുക്ക് ഓണസദ്യക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്നത് എങ്ങനെ? നമ്മൾക്കറിയാം, നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു, പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഓണം എന്ന് പറഞ്ഞത് കാർഷിക വിളവെടുപ്പിന്റെയാണ് അല്ലെ. നമുക്ക് സ്വന്തമായിട്ട് പാടത്തും പറമ്പത്തും ഒക്കെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ വിളവെടുത്ത് അത് വെച്ചിട്ടാണ് നമ്മൾ ഓണത്തിന് സദ്യ ഒരുക്കുന്നത് അല്ലയോ. അവിയലും സാമ്പാറും അതുപോലെ എന്താണ് പച്ചടി, കിച്ചടി, തോരൻ, അല്ലെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വന്തം വീട്ട് പറമ്പിൽ നിന്ന് തന്നെ കൃഷി ചെയ്തെടുക്കുകയായിരുന്നു പതിവ്. പക്ഷെ ഇന്ന് അങ്ങനൊന്നും അല്ല അല്ലെ. ഇന്ന് ഒന്നിനും സമയമില്ലാത്ത ആളുകൾ എന്താണ് ഓണ കിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് എല്ലാം കൂടെ ചേർന്ന് ഒരു കിറ്റ് വാങ്ങിക്കൊണ്ട് വന്ന് അതിനകത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നും പലയിടത്തും ഇന്ത്യൻ ഓണസദ്യയൊക്കെ ഒരുക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഓണസദ്യ ഒരുക്കുന്നത്? നിങ്ങളുടെ വീട്ടിലെ ഓണസദ്യയിൽ എന്തൊക്കെ തരം വിഭവങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലെ? അപ്പൊ അതിന് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ അല്ലെ? അപ്പൊ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൽ ആ 2 ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി അയക്കുക. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം പഠിക്കാം. ഇനി ഒരെണ്ണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ആ പാഠം തീരുന്നുണ്ട്. അപ്പുറത്തെ ഫസ്റ്റ് നോക്കിക്കേ, ഇവിടെ കണ്ടോ, ഓണച്ചൊല്ലുകൾ ശേഖരിക്കുക എന്നും പറഞ്ഞുണ്ട്. കണ്ടോ, അത് നോക്കിക്കേ. കാണം വിറ്റും ഓണം ഉണ്ണണം അല്ലെ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചൊല്ലാണ്. അതുപോലെ ധാരാളം ഓണച്ചൊല്ലുകൾ എന്തുണ്ട് നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കാറുണ്ട്. അവ ശേഖരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതാണ് ടീച്ചർ ഇവിടെ 2-3 കാണിക്കുന്നുണ്ട്. നോക്കിക്കേ, അത്തം 10-ന് പൊന്നോണം അല്ലെ. അത്തം അന്ന് 10 ദിവസം ആകുമ്പോൾ എന്താണ് പൊന്നോണം, തിരുവോണം. അടുത്തത് അത്തം 10ഓണം. പിന്നെ കാണം വിറ്റും ഓണം ഉണ്ണണം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ തിരുവോണം തിരുത കൃതി. അടുത്തത് ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. പിന്നെ ഇത്ര എന്താണ് നമ്മൾ പൊതുവെ നാട്ടിൻപുറങ്ങളിലെല്ലാം പറയുന്ന ഓണച്ചൊല്ലുകളാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് അതൊക്കെ എഴുതി എടുക്കുക കേട്ടോ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങളതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ അതങ്ങനെ എഴുതി എടുക്കുക. ഓക്കെ, ബാക്കി നമുക്ക് ഇതിനകത്തുള്ള പദപരിചയവും പര്യായവും തിരിച്ചെഴുതുക. ഓക്കെ, അപ്പൊ ബാക്കി നമ്മുടെ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പഠിച്ചു. ഇനി പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല പഠിക്കുക. അപ്പൊ നമ്മൾ എക്സസൈസും തുടർ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.